ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈസി ആയിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ആദ്യം പരിപ്പ്, സാമ്പാർ പരിപ്പ് വേണം. അത് ഒരു കുക്കറിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു 4 വിസിൽ കേൾപ്പിക്കണം. പിന്നെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും: വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, കണ്ടോ, വെള്ളരിക്ക, കത്തിരിക്ക, മത്തൻ, ടൊമാറ്റോ, കത്തിരിക്ക, സവാള എല്ലാം ഉണ്ട്. ചീനരിക്കയുണ്ട്, ക്യാരറ്റുണ്ട്, പച്ചമുളകുണ്ട്. കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറി എല്ലാം കൂടെ ഒരു കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ മതി. വെണ്ടയ്ക്ക ഇതിലിട്ടു എന്നും പറഞ്ഞ് വെണ്ടയ്ക്ക കുഴഞ്ഞൊന്നും പോവില്ല. ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ സെപ്പറേറ്റ് ഇട്ട് വഴറ്റിയിടണം. അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി ഇതിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് ഞാൻ വെറും വിസിൽ മാത്രം പച്ചക്കറി വെച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട്, കുറച്ച് ഉപ്പും കൂടെ വേണം, ഉപ്പും കൂടെ ഇട്ട് ഒരൊറ്റ വിസിലടിക്കും. പണ്ട് ഞാൻ പച്ചക്കറി മാത്രം വേവിക്കുമായിരുന്നു. എല്ലാം വെന്ത് പുറത്ത് വരുമ്പോൾ ഒരു ടേസ്റ്റില്ല, എല്ലാം കൂടെ ഉണ്ടാക്കി വരുമ്പോൾ ടേസ്റ്റ് കാണില്ല. കണ്ടോ, നമ്മൾ പരിപ്പ് വെന്തിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു. പിന്നെ കായം വേണം. കായമുള്ള നമ്മളെ സാമ്പാറിൻ്റെ മസ്റ്റായിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് സാമ്പാർ മസാല, കുറച്ച് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞു പോയില്ല, കണ്ടോ, നല്ല വെന്ത് വന്നു. അതിൻ്റെ കൂടെ നമ്മുടെ പരിപ്പിനെ ഞാൻ ഉടച്ചു വെച്ചു, കണ്ടോ. ഇതും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി പുളിയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വറുവൽ ദേ ഇരിക്കുന്നു, ടേസ്റ്റി ഈസി സാമ്പാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഡിയേഴ്സ്.